നമസ്കാരം. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന സമാദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்கள் നമ്മുടെ ഈ പദ്ധതി, സ്വപ്ന പദ്ധതി നാടിന് സമർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, ബഹുമാന്യനായ നമ്മുടെ കേരള ഗവർണർ തുടങ്ങി വേദിയിലുള്ള ബഹുമാന്യരായ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ. കേരളത്തിൻ്റെ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാണ്. ശരിക്കും ട്രോൾ ചെയ്യാൻ വേറെ ഒരുപാട് വിഷയങ്ങൾ ഉള്ളതിനാൽ മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ കണക്കിലെടുക്കാഞ്ഞത്. അദ്ദേഹം ശരിക്കും പ്രോട്ടോകോൾ ലംഘനമാണ് അവിടെ ചെയ്തു വെച്ചത്. അതും മലയാളത്തിലാണ് തുടങ്ങിയത്. അതുകൊണ്ട് അത് നരേന്ദ്രമോദിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും മനസ്സിലായി കാണില്ല എന്ന ധാരണയിലായിരിക്കും VN വാസവൻ ഇതിങ്ങനെ പറഞ്ഞത്. ആദ്യം മുഖ്യമന്ത്രിക്ക് സ്വാഗതം കൊടുക്കുന്നു, അതിനുശേഷം പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നു, അതിനുശേഷം ഗവർണർക്ക് കൊടുക്കുന്നു, പിന്നീട് കേന്ദ്രമന്ത്രിമാർക്ക് കൊടുക്കുന്നു, പിന്നീട് ബാക്കി. ഇത് ശരിക്കും അധ്യക്ഷനായിട്ട് മുഖ്യമന്ത്രിയല്ലേ ഇരിക്കുന്നപ്പോൾ ആദ്യം അധ്യക്ഷനല്ലേ കൊടുക്കേണ്ടതെന്നൊക്കെ ശരിക്കും ചിലർ ചിന്തിക്കുന്നവർ കാണും. എന്നാൽ ഇതേ പ്രസംഗത്തിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ വരുന്ന ഒരു ഭാഗമുണ്ട്. ഇതേ വാസവൻ തന്നെയാണ് അതും പറയുന്നത്. അവിടെ അദ്ദേഹം പ്രോട്ടോകോൾ തെറ്റിക്കാതെ കൃത്യമായിട്ടും ആദ്യം പ്രധാനമന്ത്രി, പിന്നീട് ഗവർണർ, അതിനുശേഷമാണ് മുഖ്യമന്ത്രി, അതിനുശേഷം കേന്ദ്രമന്ത്രിമാർ ഇങ്ങനെ പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല, കൃത്യമായും മലയാളത്തിൽ പറഞ്ഞ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് ഇങ്ങനെ തൻ്റെ മന്ത്രിസഭാ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയെ സുഖിപ്പിച്ചുകൊണ്ട് നിന്നാൽ മാത്രമേ സ്ഥാനം നിലനിർത്താൻ പറ്റൂ എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തൊരു ഗതികേടാണ് എന്ന് നോക്കാം. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെയാണ് തുടങ്ങിയത് എന്ന് ഒന്ന് കണ്ടുനോക്കാം. केरला के गवर्नर राजेंद्र अर्लेकर जी, मुख्यमंत्री श्रीमान P. विजयन जी, केंद्रीय कैबिनेट के मेरे सहयोगीगण, मंच पर मौजूद अन्य सभी महानुभाव और केरला के मेरे भाई और बहनों, കണ്ടോ, ഇങ്ങനെയാണ് അദ്ദേഹം കൃത്യമായിട്ട് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് അത് ആദ്യം ഗവർണർക്ക്, അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആദ്യം ഗവർണർ, പിന്നീട് മുഖ്യമന്ത്രി, പിന്നീട് കേന്ദ്രമന്ത്രിമാർ, അങ്ങനെ പോകുന്നു. ഇനി ഇതൊന്നുമല്ല ഈ വാസവൻ കൊടുത്ത ശരിക്കുള്ള പണി. അത് സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെയാണ് കൊടുത്തത്. ഈ ലോകത്ത് ഗൗതം അദാനിയെ ഇത്രയേറെ തെറി വിളിച്ചിട്ടുള്ള ഒരു കൂട്ടർ ഈ കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ മറ്റാരും കാണില്ല. കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തിനെ വിളിച്ച പോലെ ചീത്ത മറ്റൊരു കൂട്ടരും ഈ ഗൗതം അദാനിയെ വിളിച്ചിട്ടില്ല. അതേ അദാനിയെ തന്നെ റെസ്പെക്റ്റഡ് അദാനി എന്ന് പറയുകയും ഞങ്ങളുടെ പാർട്ട്ണറാണ് എന്ന് കൂടി പറയുന്ന ഒരു ഭാഗമുണ്ട്. ഐ ഹാർട്ട്ലി വെൽക്കം റെസ്പെക്റ്റഡ് ഗൗതം അദാനി, അവർ പാർട്ട്ണർ. വെൽക്കം ഓൺ ബിഹാഫ് ഓഫ് ദി റിസപ്ഷൻ കമ്മിറ്റി. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സുകാരും എടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും BJPക്കാരും എടുക്കും. കാരണം കുത്തക ഭൂഷ മുതലാളി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് മോദി അദാനി എന്ന് ചേർത്ത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കൂട്ടർ, അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി തന്നെ അദാനി ഞങ്ങളുടെ സർക്കാരിൻ്റെ പാർട്ട്ണറാണ് എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ ഭാഗം, അത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, ആ പറഞ്ഞ ഭാഗം മോദി ഓർത്തെടുക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയും പക്ഷേ പരിഭാഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളത് വിട്ടുപോവുകയും ചെയ്തു. എങ്കിലും അത് ട്രോളായി കഴിഞ്ഞപ്പോൾ എല്ലാ മാധ്യമങ്ങളും എല്ലാ ചാനലുകളും അതെടുത്ത് പറയുകയും നരേന്ദ്രമോദി എന്താണോ പറഞ്ഞത് അത് ഒരുപാട് ആളുകൾ അറിയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ പരിഭാഷക്കാരൻ അത് അപ്പോൾ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അങ്ങ് പോകത്തേ ഉള്ളായിരുന്നു. ഇത് പരിഭാഷക്കാരനെ കൂടി കളിയാക്കാൻ വേണ്ടി ഇത് ട്രോളായപ്പോൾ യഥാർത്ഥത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ് ചെയ്തത്. അങ്ങനെ സ്വന്തം പാർട്ടിക്ക് തന്നെ 16ന്റെ പണി കൂടെ ഈ വാസവൻ കൊടുത്തു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിലെ സംഖ്യകളും മറ്റുമൊക്കെ പറയുന്നത് പണ്ട് ഷാപ്പിലെ കറിവെപ്പ് പണിയായിരുന്നു ഈ VN വാസവൻ എന്നൊക്കെയാണ് അവർ കളിയാക്കി വിളിക്കുന്നത്. എനിക്കറിയില്ല, ഇത് അവർ ട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഷാപ്പിൽ കറി വെച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഈ എന്തോന്ന് പ്രോട്ടോകോൾ ഇത്രയെങ്കിലും പറഞ്ഞ് അദ്ദേഹം ഒപ്പിച്ചില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് പണ്ട് ഈ പാർട്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഷാപ്പിലെ കറിവെപ്പായിരുന്നോ എന്ന് എനിക്കറിയില്ല. സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ പാർട്ടി പ്രവർത്തനത്തിലൂടെയൊക്കെയാണ് പിന്നീട് വന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ആയത്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തായാലും അദ്ദേഹം ആദ്യം ചെയ്തത് പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. പിന്നീട് ഇംഗ്ലീഷ് പോർഷൻ വരുന്ന സ്ഥലത്ത് അദ്ദേഹം കൃത്യമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ മനസ്സിലാവും ബോധപൂർവം മുഖ്യമന്ത്രിയെ സൂചിപ്പിക്കാൻ വേണ്ടി അല്ലായിരുന്നോ ഈ VN വാസവൻ അത് മലയാളത്തിൽ ആദ്യം പറഞ്ഞു വെച്ചത്. ഐ solemnly welcome Honorable Prime Minister Shri Narendra Modi ji on behalf of the Government of Kerala and Reception Committee. I delightfully
welcome His Excellency, our Governor, Rajendra Vishwanath Arlekar, on behalf of the reception committee.